യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും കാപ്പി കുടിക്കാതെ ജീവിക്കാൻ യുക്രൈൻകാർ തയ്യാറല്ല. യുദ്ധം ആരംഭിച്ച ശേഷം നിരവധി കോഫി ഷോപ്പുകളാണ് യുക്രൈൻ നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും തുടങ്ങിയത്. കാണാം നമുക്ക് യുക്രൈൻ്റെ കാപ്പി പ്രണയത്തിൻ്റെ കഥ. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പാണ് യുക്രൈനിൽ കോഫി ഷോപ്പുകൾ വ്യാപകമാകാൻ തുടങ്ങിയത്. പിന്നീട് ജനതയുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി മാറി. കുറഞ്ഞ നിരക്കിൽ ഏറ്റവും രുചികരമായ കാപ്പി ലഭിക്കുന്ന സ്ഥലമായി യുക്രൈൻ മാറി. എന്നാൽ 2 വർഷം മുമ്പ് റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ കോഫി ബിസിനസ് തകരുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിരുദ്ധമായി യുക്രൈനിൽ കോഫി ഷോപ്പുകളുടെ എണ്ണം വർദ്ധിക്കുകയാണുണ്ടായത്. കീവിൽ മാത്രം നിലവിൽ 2500 കോഫി ഷോപ്പുകളാണുള്ളത്. യുദ്ധത്തിനിടയിലും യുക്രൈൻ സൈനികർ കാപ്പി കുടിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മിസൈലുകൾ കോഫി ഷോപ്പിനടുത്ത് പതിക്കുമ്പോഴും വ്യാപാരം തുടരുന്ന കോഫി ബാറുകളുടെ ദൃശ്യങ്ങളുമുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി സൈനിക താവളത്തിൽ സൈനികർക്കൊപ്പം കാപ്പി കുടിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നു. യുദ്ധമുഖത്തേക്ക് കോഫി ഗ്രൈൻഡറും കോഫി ബീനുകളുമായി പോകുന്ന യുക്രൈൻ സൈനികരുടെ കഥകൾ ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു. വിരമിച്ച ചില സൈനികർ ചേർന്ന് യുക്രൈനിൽ ബുള്ളറ്റ് എന്ന പേരിൽ കോഫി ഷോപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. യുദ്ധം തുടർന്നാലും ഇല്ലെങ്കിലും യുക്രൈൻകാരുടെ കാപ്പിക്കുടി തുടരുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ്. റിസർച്ച് ഡെസ്ക് 24.